തമിഴ്നാട്ടിൽ ശക്തിപ്പെട്ട NDA TTV ദിനകരന്റെ AMMK NDAയിൽ ചേർന്നു. ദിനകരനെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഔദ്യോഗികമായി സ്വാഗതം ചെയ്തു. പ്രധാനമന്ത്രിയുടെ തമിഴ്നാട് സന്ദർശനത്തിന് മുന്നോടിയായാണ് ദിനകരൻ മുന്നണിയിൽ എത്തിയത്. ഡൽഹിയിൽ നിന്നും ശ്രീകാന്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, NDAയിലേക്ക് TTV ദിനകരന്റെ AMMK കൂടി എത്തുന്നതോടെ തമിഴ്നാട്ടിൽ NDAയുടെ ശക്തി കൂടുതൽ ഊർജിതമാകുകയല്ലേ? എന്താണ് വിവരങ്ങൾ? ശ്രീകാന്തിലേക്ക് എത്താം. തമിഴ്നാട്ടിൽ ശക്തിപ്പെട്ട് NDA TTV ദിനകരന്റെ AMMK NDAയിൽ ചേർന്നു. ദിനകരനെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഔദ്യോഗികമായി സ്വാഗതം ചെയ്തു. പ്രധാനമന്ത്രിയുടെ തമിഴ്നാട് സന്ദർശനത്തിന് മുന്നോടിയായാണ് ദിനകരൻ മുന്നണിയിൽ എത്തിയത്. ഡൽഹിയിൽ നിന്നും ശ്രീകാന്ത് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീകാന്ത്, NDAയിലേക്ക് TTV ദിനകരന്റെ AMMK കൂടി എത്തിച്ചേരുന്നതോടെ എത്രത്തോളം സ്വാധീനമാണ് NDAയ്ക്ക് ഉണ്ടാകുന്നത്? അതോടൊപ്പം തന്നെ എത്രത്തോളം മുതൽക്കൂട്ടാണ് NDAയ്ക്ക് ഉണ്ടാകുന്നത്? രോഹിണി, പീയൂഷ് ഗോയൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ ഉണ്ട്. അദ്ദേഹത്തിന് അവിടുത്തെ തെരഞ്ഞെടുപ്പ് ചുമതല കൂടിയുണ്ട്. പ്രധാനമന്ത്രി എത്താൻ പോകുന്നു 23-ന്. സ്വാഭാവികമായും അത് പ്രധാനമന്ത്രി വരവിന് മുന്നോടിയായി NDA സഖ്യം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. ചെന്നൈക്കടുത്ത് മധുരാന്തകം എന്ന് പറയുന്ന സ്ഥലത്ത്, അതൊരു ക്ഷേത്ര നഗരമാണ്, അവിടെ നിന്നാണ് BJP NDA അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുന്നത്. ഇപ്പോൾ TTV ദിനകരൻ എത്തുന്നതോടെ ദിനകരൻ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമുള്ള നേതാവ് കൂടിയാണ്. പല മേഖലകളിലും അവർക്ക് അവരുടേതായ പാർട്ടി ബേസ് ഉള്ള നേതാവാണ്. ഒപ്പം തന്നെ സീറ്റുകൾ വിജയിച്ച് കയറുന്നതിനാവശ്യമായ സംഘടനാ സംവിധാനം തമിഴ്നാട്ടിൽ താഴെത്തട്ടിലുള്ള പാർട്ടി കൂടിയാണ് AMMK. അത് TTV ദിനകരൻ എന്ന പേര് തന്നെ തമിഴ്നാട്ടിൽ വോട്ട് കൊണ്ടുവരുന്നതിന് തക്ക ശേഷിയുള്ളതാണ്. സ്വാഭാവികമായും ദിനകരന്റെയൊക്കെ വരവ് NDA ശക്തിപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു മാസ്റ്റർ സ്ട്രോക്ക് എന്ന നിലയിൽ TVK NDAയിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിൽ ഒരു വശത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട്. അത് എത്രത്തോളം ഫലം കാണും എന്നറിയില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ TTV ദിനകരനെ പോലെയുള്ള ആളുകൾ NDAയിലേക്ക് വരുന്നത്. ഇതിനു മുൻപ് സമാനമായ രീതിയിൽ ജയലളിത ഭരിക്കുന്ന കാലഘട്ടത്തിലൊക്കെ NDA വലിയ ശക്തമായി തന്നെ BJP ഒക്കെ ഒപ്പം ചേർന്ന് ഒരുപാട് ഘടകകക്ഷികളെ കൊണ്ട് ഇറങ്ങി ജയിച്ചു കയറിയ ചരിത്രമുള്ള സ്ഥലമാണ് തമിഴ്നാട്. അവിടെയാണ് ഇപ്പോൾ ഹിന്ദു വിരുദ്ധനായ MK സ്റ്റാലിനെ പുറത്താക്കാൻ, ഉദയനിധി സ്റ്റാലിൻ, MK സ്റ്റാലിൻ ഉൾപ്പെടുന്ന ആളുകളെ പുറത്താക്കുന്നതിന് വേണ്ടി NDA കൂടുതൽ ശക്തമാകുന്നത്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.